സെൽഷ്യസ് സ്കെയിലുകളെ കുറിച്ചിട്ടാണ്. ശുദ്ധമായ ഐസിൻ്റെ ഇത് പറഞ്ഞത് നമ്മൾ മെൽറ്റിംഗ് പോയിൻ്റ് അല്ലേ. മെൽറ്റിംഗ് പോയിൻ്റ് 0 ഡിഗ്രിയാണ് ശുദ്ധമായ ഐസിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ്. എന്നാൽ വെള്ളം ചൂടാവാനുള്ള തിളനില എന്ന് പറയുന്നത് എത്രയാണ്? ബോയിലിംഗ് പോയിൻ്റ് എത്രയാണ് പറഞ്ഞത്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിൻ്റെ അടിയിലൊക്കെ വരച്ചിടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഐസ് വെള്ളമായിട്ട് മാറണമെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസും ഒരു വെള്ളം ചൂടാവണമെങ്കിൽ അതിൻ്റെ തിളനില എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസുമാണ്. അതൊന്ന് അടിയിൽ മാർക്ക് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഫാരൻഹീറ്റ് സ്കെയിലിലാണെങ്കിലോ ഈ സ്കെയിലിൽ ശുദ്ധമായ ഐസിൻ്റെ ദ്രവണാങ്കം അതായത് മെൽറ്റിംഗ് പോയിൻ്റ് 32 ഡിഗ്രി ഫാരൻഹീറ്റും ശുദ്ധജലത്തിൻ്റെ തിളനില ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 20. ഇത് രണ്ടും നമുക്ക് പഠിച്ചു വയ്ക്കാനായിട്ട് ഇത് 1 വേർഡിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. 212 ഡിഗ്രി ഫാരൻഹീറ്റാണ് പറയുന്നത്. അതായത് സെൽഷ്യസ് സ്കെയിലാണ് പറയണത് വെച്ചാൽ സെൽഷ്യസ് സ്കെയിൽ ഏതാ? CGS അല്ലേ. CGSലാണെങ്കിൽ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 0 ആണ്. അതായത് ഐസ് വെള്ളമാവണത് 0 ഡിഗ്രിയിലാണ്. ഇനി നമ്മുടെ വെള്ളം തിളയ്ക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണ്. ശുദ്ധമായ വെള്ളം തിളയ്ക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണ്. ഇനി അതായത് അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ്. ഇനി നമ്മൾ ഫാരൻഹീറ്റിലേക്ക് വരുമ്പോൾ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? 32 ഡിഗ്രി ഫാരൻഹീറ്റ് എന്നാണ് പറയുന്നത്. ഏത് സ്കെയിലിൽ വരുമ്പോൾ? ഫാരൻഹീറ്റ് സ്കെയിൽ FPS വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? മെൽറ്റിംഗ് പോയിൻ്റ് 32 ഡിഗ്രി ഫാരൻഹീറ്റും ഇനി വെള്ളം തിളയ്ക്കാനുള്ളത് ബോയിലിംഗ് പോയിൻ്റ് 212 ഡിഗ്രി ഫാരൻഹീറ്റുമാണ്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. മറ്റേതിലെ 0 ഡിഗ്രിയും 100 ഡിഗ്രി സെൽഷ്യസുമാണ് അല്ലേ. ഇതിലെത്രയാണ് പറയണത്? 32 ഫാരൻഹീറ്റും അതുപോലെ തന്നെ 212 ഫാരൻഹീറ്റുമാണ് പറഞ്ഞത്. ഏത്? ഫാരൻഹീറ്റ് സ്കെയിൽ. അപ്പോൾ 2 സ്കെയിലാണ് പറഞ്ഞത്, സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും. ഇനി കെൽവിൻ സ്കെയിൽ എന്ന് പറയുന്നതാണ് എന്ത്? നമ്മൾ ഇപ്പോൾ നിലവിൽ യൂസ് ചെയ്യുന്ന SI സിസ്റ്റം പ്രകാരമുള്ള സ്കെയിൽ യൂണിറ്റ് എന്ന് പറയുന്നത്. കെൽവിൻ സ്കെയിൽ 223.15 ഡിഗ്രി സെൽഷ്യസ് എന്ന താപനിലയെ 0 കണക്കാക്കി സ്ഥാപിച്ചിട്ടുള്ളതാണ്. കേവല 0 എന്ന് ഇത് അറിയപ്പെടുന്നു. ഈ സ്കെയിൽ പ്രകാരം ജലത്തിൻ്റെ ദ്രവണാങ്കം അതായത് മെൽറ്റിംഗ് പോയിൻ്റ് 273 Kയും തിളനില അതായത് വെള്ളം തിളയ്ക്കാനുള്ളത് 373.2 Kയുമാണ്. മനസ്സിലായോ? ഇതിൽ മെൽറ്റിംഗ് പോയിൻ്റ് 273 Kയും അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് 373.2 Kയുമാണ്. അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെയും അടിയിലൊന്ന് വരച്ചിടണം കേട്ടോ. 1 വേർഡിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുപോലെ കെൽവിൻ സ്കെയിലിൻ്റെ താപനിലയെ 0 എന്ന് മെൻഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? 273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിൽ എത്ര കെൽവിനിൽ നമ്മൾ 0 മാർക്ക് ചെയ്യണമെന്ന്. ഏതിൽ? കെൽവിൻ സ്കെയിലിൽ 273 ഡിഗ്രി 15 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ 0 കെൽവിൻ സ്കെയിലിൽ നമ്മൾ മാർക്ക് ചെയ്യണത്. മനസ്സിലായി? 0 കെൽവിൻ സ്കെയിലിൽ മാർക്ക് ചെയ്യുന്നത് 273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതാണ് അവർ പറയുന്നത്. അതിനവർ കേവല 0 എന്നാണ്, അബ്സല്യൂട്ട് 0 എന്നാണ് അറിയപ്പെടുന്നത്. ഈ സ്കെയിൽ പ്രകാരം ജലത്തിൻ്റെ ദ്രവണാങ്കം മെൽറ്റിംഗ് പോയിൻ്റ് എത്രയാണ്? 273 Kയും അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് 373.2 Kയുമാണ്. K എന്ന് പറയുന്നത് കെൽവിൻ എന്ന യൂണിറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഈ സ്കെയിലുകൾ തമ്മിലുള്ള ഡിഫറൻസ് 1 വേർഡ് പോലും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ചിലപ്പോൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലൊക്കെ ചോദിക്കാം. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അടുത്താണ് ട്രാൻസ്ഫർ ടു ഹീറ്റ്. എങ്ങനെയാണ് നമ്മൾ ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്? 3 രീതികളിലാണ് താപോർജ്ജത്തിൻ്റെ കൈമാറ്റം നടക്കുന്നത്. താപോർജ്ജം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം താപം, ഹീറ്റ് അല്ലേ. 3 രീതിയിലാണ് ട്രാൻസ്ഫർ നടക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് ചാലനം, കണ്ടക്ഷൻ എന്ന് പറയും. രണ്ടാമത്തത് സംവഹനം, കൺവെക്ഷൻ എന്ന് പറയും. മൂന്നാമത്തത് വികിരണം, റേഡിയേഷൻ എന്ന് പറയും. അപ്പോൾ ഒരു ചൂടിനെ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ട്രാൻസ്ഫർ ചാലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു ചാലനം വഴി അല്ലേ, ഇതിലൊരു പൈപ്പ് വഴി അങ്ങനെ ഏതെങ്കിലും ഒരു ചാലനം വഴി നമ്മൾ അതിനെ കൊടുത്തു വിടുകയാണ്. സംവഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഹിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ് അല്ലേ. സംവഹനം എന്ന് പറഞ്ഞാൽ വഹിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. വികിരണം എന്ന് പറഞ്ഞാൽ എന്താ?
കിരണങ്ങളായിട്ട് വരുന്നതാണ്, റേഡിയേഷൻ. അങ്ങനെ 3 രീതിയിലാണ് നമുക്ക് ഈ ഹീറ്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി എന്താണ് ഇതൊക്കെ എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്താണ് ചാലനം? ഖരവസ്തുക്കളിൽ താപ കൈമാറ്റം നടക്കുന്നത് ഈ രീതിയിലാണ്. എവിടെയാണ് ചാലനം നടക്കുന്നത്? ഖരവസ്തുക്കളിൽ. ഖരവസ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറപ്പുള്ള വസ്തുക്കളിൽ കൈമാറ്റം നടക്കുന്നത് ഈ രീതിയിലാണ്. താപം വസ്തുക്കളുടെ അടിസ്ഥാന കണങ്ങളായ തന്മാത്രകളെയും കമ്പനം ചെയ്യിക്കുന്നു. എന്താ സംഭവിക്കണേ? താപം വസ്തുക്കളുടെ അടിസ്ഥാന കണങ്ങളായ തന്മാത്രകളെ കമ്പനം ചെയ്യിക്കുന്നു, വൈബ്രേഷൻ ചെയ്യിപ്പിക്കുന്നു. ഇങ്ങനെ വൈബ്രേഷൻ ചെയ്യപ്പെടുന്ന കണങ്ങൾ തൊട്ടടുത്ത കണങ്ങളുമായി കൂട്ടിമുട്ടി അതുവഴി ഊർജ കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് ചാലനം എന്ന് പറയുന്നത്. ലോഹങ്ങളിൽ സ്വതന്ത്ര ഇലക്ട്രോണുകളാണ് താപത്തിനും വൈദ്യുതിക്കും ചാലകമായി പ്രവർത്തിക്കുന്നത്. അതിനാൽ ചെമ്പ് പോലെയുള്ള നല്ല വൈദ്യുത ചാലകങ്ങൾ താപത്തിൻ്റെയും ഉത്തമ ചാലകങ്ങളാണ്. താപോർജ്ജത്തിൻ്റെ ചാലനം ഓരോ വസ്തുക്കളിലും വ്യത്യസ്ത അളവിലാണ്. താപോർജ്ജം കൂടുതലായി കടത്തിവിടുന്ന വസ്തുക്കളെ താപചാലകങ്ങളെന്നും വളരെ കുറവായി മാത്രം ചാലനം നടത്തുന്ന വസ്തുക്കളെ അചാലകങ്ങളെന്നും നമ്മൾ അറിയപ്പെടുന്നു. ഇത്രയാണ് ചാലനം. ഇപ്പം ചാലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടെന്നില്ല. അതായത് ഇതിന് നമ്മൾ ചാലകങ്ങൾ വഴി എന്നൊക്കെ പറയും, നമ്മളിതിൽ കൊണ്ടുപോവുക. അത് നമ്മൾക്ക് ഏതൊക്കെ തരത്തിലുള്ള ഹീറ്റ് കണ്ടക്ടേഴ്സ് ഏതൊക്കെയാണ് ഏത് വസ്തുവിലും വ്യത്യാസം. അതായത് പെട്ടെന്ന് ചൂട് കടത്തിവിടുന്ന ചാലകങ്ങളും ഉണ്ട്, എന്നാൽ ചൂടിനെ പെട്ടെന്ന് ആഗിരണം ചെയ്യാത്ത ചാലകങ്ങളും ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ചാലകങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകാനുള്ളൊരു സംഭവം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് എവിടെ നടക്കുന്ന പ്രവൃത്തിയാണെന്നാണ് പറയുന്നത്? ഖരവസ്തുക്കളിൽ നടക്കുന്നു. അതായത് താപ കൈമാറ്റം നടക്കുന്നത് ഈ രീതിയിലാണ്. ഖരവസ്തു എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ? ഉറപ്പുള്ള വസ്തുക്കളിൽ നമ്മൾ താപ കൈമാറ്റം, അതായത് ചൂട് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൈമാറുക അല്ലേ, നടക്കുന്നത് ഈ രീതിയിലാണ്, ചാലനം വഴിയാണ്. താപം വസ്തുക്കളുടെ അടിസ്ഥാന കണങ്ങളായ തന്മാത്രകളെയും എന്ത് ചെയ്യുന്നു? ഇപ്പോൾ നമ്മൾ ഖരവസ്തുക്കളിൽ നമ്മൾ ചൂട് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ അടിസ്ഥാന കണങ്ങളിലായ തന്മാത്രകളെ അതെന്ത് ചെയ്യിക്കുന്നു? വൈബ്രേഷൻ ചെയ്യിപ്പിക്കുന്നു. അപ്പം അതിൽ നമ്മൾ ചൂട് കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാലോ, ഓരോ ആറ്റങ്ങൾ ചേർന്ന് അതിങ്ങനെ ഓരോ ഖരവസ്തുക്കൾ ഉണ്ടാവുന്നതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. കുറേ കൂടിച്ചേർന്നിട്ടാണ് ഈ തന്മാത്രകളായിട്ടും വസ്തുക്കളൊക്കെ ആയിട്ടൊക്കെ മാറുന്നത്. അപ്പോൾ ഈ തന്മാത്രകളെ കമ്പനം ചെയ്യിപ്പിക്കുന്നു. അതായത് ഈ വസ്തുക്കളിൽ അടങ്ങിയിട്ടുള്ള തന്മാത്രകൾക്ക് എന്തുണ്ടാകുന്നു? വൈബ്രേഷൻ ഉണ്ടാകുന്നു, ഇളക്കുണ്ടാകുന്നു. നമുക്കറിയാം ചൂടാകുമ്പോൾ സംഭവിക്കണ പോലെ തന്നെ. ഇങ്ങനെ കമ്പനം ചെയ്യപ്പെടുന്ന കണങ്ങൾ തൊട്ടടുത്ത കണങ്ങളുമായി കൂട്ടിമുട്ടി അതുവഴി എന്ത് സംഭവിക്കുന്നു? ഊർജം കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ്. അതായത് ഒരു വസ്തുവിലെ ചൂടായിട്ട് ആ വസ്തു മറ്റൊരു വസ്തുവിലേക്ക് കൂട്ടിമുട്ടുമ്പോൾ ഈ ചൂട് അതിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. മനസ്സിലായോ? നമ്മളൊരു വസ്തുവിനെ ഇതിൽ നമ്മൾ ഹീറ്റായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ബേസിക് ഇപ്പോൾ നമ്മളൊരു പാത്രത്തിൽ എന്തെങ്കിലും ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ നിന്നുള്ള ചൂടാണല്ലോ അത് മുകളിലേക്ക് കയറി വരുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ബേസിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ കിടക്കുന്ന സാധനങ്ങളാണ് അതിൻ്റെ ബേസിക്കായിട്ട് വരുന്ന കണങ്ങൾ. അപ്പോൾ അതിലേക്ക് ചൂട് കയറിയിട്ട് അപ്പോൾ അതിനെന്തെങ്കിലും വൈബ്രേഷൻ വരും. ആ വൈബ്രേഷൻ അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് അരി വറക്കുകയെന്ന് വിചാരിക്കുക. ഒരു പാത്രത്തിൽ കുറച്ച് അരി വറക്കുകയാണ്. അപ്പോൾ ഈ അരി വറക്കുമ്പോൾ എന്താ സംഭവിക്കണേ? അടിയിൽ നിന്ന് ചൂട് വരുന്നു, അടിയിലത്തെ അരികൾക്ക് എന്ത് സംഭവിക്കുന്നു? ചൂട് തട്ടിയിട്ട് അവർക്ക് വൈബ്രേഷൻ വരും. ഇത് മുകളിലേക്ക് ഇങ്ങനെ കയറി വരും അല്ലേ. ഇപ്പം ഇതിൽ നിന്നുള്ള കൈമാറ്റം മുകളിലുള്ള അരിയിലേക്ക് അതിങ്ങനെ മുകളിലേക്ക് കൈമാറ്റം ചെയ്തിട്ട് വരികയാണ് ചെയ്യണത്. അതായത് മാറി വരികയാണ് ചെയ്യണത് അല്ലേ. അങ്ങനെ ഒരു സിസ്റ്റം. അതായത് അടിസ്ഥാന കണങ്ങളായ തന്മാത്രകളെയും കമ്പനം ചെയ്യിക്കുന്നു. ഇങ്ങനെ കമ്പനം ചെയ്യപ്പെടുന്ന കണങ്ങൾ തൊട്ടടുത്ത കണങ്ങളുമായി കൂട്ടിമുട്ടി അതുവഴി ഊർജം കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ചാലകം എന്ന്. അതായത് ഒരു ചാലകം വഴി ഇങ്ങനെ പോവുകയാണ്, ഒരു ലെയർ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കയറി പോവുകയാണ്. അടിയിൽ നിന്ന് ചൂട് കൊടുക്കുന്നു, അതിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കണങ്ങൾക്ക് ചൂടാവുന്നു, അത് മുകളിലേക്ക് കൊടുക്കുന്നു, അതങ്ങനെ മുകളിലേക്ക് കൊടുത്ത് അങ്ങനെ പോകുന്നു, കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇനിയിപ്പോൾ ഒരു ചാലകം, ഒരു പൈപ്പ് ആയിക്കോട്ടെ, ഒരു പൈപ്പിൻ്റെ അകത്തുകൂടെ നമ്മൾ ചൂട് കൊടുക്കുമ്പോൾ ആ ചൂട് കൊടുക്കുന്ന ഭാഗത്ത് നിന്ന് അത് പിന്നെ ഇപ്പം നമ്മൾ പൈപ്പിന് ആദ്യം പുറത്ത് പിടിക്കുമ്പോൾ ചൂടുണ്ടാവില്ല അല്ലേ. ഇപ്പോൾ ഒരു ലോഹത്തിൻ്റെ പൈപ്പാണെന്ന് വിചാരിക്കുക. ആ പൈപ്പിനെ നമ്മൾ ഉള്ളിൽ നിന്ന് ചൂട് കൊടുക്കുകയാണ്. ചൂട് കൊടുത്തു കഴിഞ്ഞാൽ പുറത്ത് ആദ്യം പിടിക്കുമ്പോൾ നമുക്ക് ചൂടുണ്ടാവില്ല, പക്ഷേ ആ ചൂട് പിന്നെ അത്
ഇങ്ങനെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കണങ്ങൾ ആ ചൂട് എടുത്തിട്ട് ആ ചൂടിനെ പുറത്തേക്ക് തള്ളും. പിന്നെ നമ്മൾ ആ കമ്പിയുമ്പോൾ ലോഹ കഷ്ണത്തുമ്പോൾ പിടിക്കുമ്പോൾ നമുക്ക് ചൂട് അനുഭവപ്പെടും ഇല്ലേ? അപ്പോൾ ആദ്യം പിടിക്കുമ്പോൾ ഉണ്ടാവില്ല, തീ വെച്ച സമയത്ത് നമ്മൾ പിടിക്കുമ്പോൾ ചൂടുണ്ടാവില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് പിടിക്കുമ്പോൾ അതുമ്പോൾ ചൂട് നമുക്ക് അനുഭവപ്പെടും. അത് പുറത്തേക്ക് അതിൻ്റെ ചൂടിനെ അത് ആ ചെറിയ തന്മാത്രകൾ ആ ചൂടിനെ ആഗിരണം ചെയ്തിട്ട് അത് പുറത്തേക്ക് അത് അങ്ങനെ ബാക്കിയുള്ളതും കൂടി കണക്ട് ചെയ്തിട്ട് നമുക്കത് ചൂട് പുറത്തേക്ക് വരും. അപ്പോൾ ഇങ്ങനെ അത് കൈമാറ്റം ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? ഊർജം കൈമാറ്റം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കമ്പനം ചെയ്യപ്പെടുന്ന കണങ്ങൾ തൊട്ടടുത്ത കണങ്ങളുമായി കൂട്ടിമുട്ടി ഊർജം കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ചാലനം എന്ന് നമ്മൾ പറയുന്നത്. എന്താണ്? ഊർജം കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയ. അതായത് നമ്മൾ അതിൻ്റെ താപോർജ്ജം കൊടുക്കുന്ന സമയത്ത് അടിയിലുള്ള കണങ്ങളിലേക്ക് ചൂട് പിടിച്ച് അത് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത വസ്തുക്കളിലേക്ക് അതിൻ്റെ ഊർജം കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് എന്ന് പറയുന്നത് ചാലനം എന്ന് നമ്മൾ പറയുന്നത്. ഇത് ലോഹങ്ങളിൽ സ്വതന്ത്ര ഇലക്ട്രോണുകളായിട്ടാണ് നമ്മൾ താപത്തിനും വൈദ്യുതിക്കും ചാലകമായി വർത്തിക്കുന്നത്. ലോഹങ്ങളിൽ സ്വതന്ത്ര ഇലക്ട്രോണുകളാണ് താപത്തിനും വൈദ്യുതിക്കും ചാലകങ്ങളായിട്ട് നമ്മൾ ചാലകങ്ങളായിട്ട് കൊടുക്കുന്നതാണ്. അതായത് വഹിച്ചു കൊണ്ടുപോകുന്ന സംഭവങ്ങളായി. അതിനാൽ ചെമ്പ് പോലെയുള്ള നല്ല വൈദ്യുത ചാലകങ്ങൾ താപത്തിൻ്റെയും ഉത്തമ ചാലകങ്ങളാണ്. ഇപ്പോൾ ചെമ്പ് കമ്പിയൊക്കെ നമ്മൾ ഇലക്ട്രിക് വയറിങ്ങിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്? ചെമ്പ് കമ്പികളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലേ? അതെന്തുകൊണ്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്? അത് പെട്ടെന്ന് അതിന് ഈ ചാലക കപ്പാസിറ്റി കൂടുതലാണ് അല്ലേ? പെട്ടെന്ന് ഹീറ്റ് എടുത്തിട്ട് അതിനെ വഹിച്ചു കൊണ്ടുപോകാനുള്ള കഴിവ് നമുക്ക് കൂടുതലായതുകൊണ്ടാണ് നമ്മൾ ഈ ചെമ്പ് കമ്പി പോലുള്ള വസ്തുക്കൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നല്ല ചാലകങ്ങളാണ്. കറണ്ടിനെയൊക്കെ വഹിച്ചു കൊണ്ടുപോകാൻ പറ്റിയ, പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ചാലകങ്ങളാണ് ചെമ്പ് കമ്പിയൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നത് അല്ലേ? പെട്ടെന്ന് ചൂടായിട്ട് അത് പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്ത് കൊണ്ടുപോകാൻ എന്താ പറയുക, സ്പീഡായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഇതാണ് ചെമ്പ് എന്നൊക്കെ പറയുന്നത്, ചെമ്പ് കമ്പി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ താപത്തിൻ്റെ ഉത്തമ ചാലകങ്ങളായിട്ട് പറയപ്പെടുന്നതിലൊന്ന് ചെമ്പ് കമ്പിയാണ് കേട്ടോ. താപോർജ്ജത്തിൻ്റെ ചാലനം ഓരോ വസ്തുക്കളിലും വ്യത്യസ്ത അളവിലാണ്. ഇത് എല്ലാ വസ്തുക്കളിലും വ്യത്യസ്ത അളവിലാണെന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. താപോർജ്ജം കൂടുതലായി കടത്തിവിടുന്ന വസ്തുക്കളെ താപചാലകങ്ങൾ എന്നും വളരെ കുറവായി മാത്രം ചലനം നടത്തുന്ന വസ്തുക്കളെ അചാലകങ്ങൾ എന്നും അതായത് ഹീറ്റ് കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും എന്നും നമ്മൾ അറിയപ്പെടുന്നു. നമ്മൾ ഇൻസുലേഷൻ എന്തിനാണ് ഉപയോഗിക്കുക? നമ്മളിപ്പോൾ കറണ്ടിൻ്റെ വയറേമേ രണ്ട് വയറുകൾ തമ്മിൽ ഇത് കൂട്ടി ഇതാക്കുന്ന സമയത്ത് നമ്മളത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിക്കും? ഇൻസുലേഷൻ ഒട്ടിക്കും അല്ലേ? അതെന്തുകൊണ്ടാണ്? ഇൻസുലേഷൻ ഒട്ടിച്ചിട്ട് പിന്നെ അവിടെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമുക്ക് ആ ഇത് ഫീൽ ചെയ്യും? അവിടുന്ന് അതിലൂടെ കടന്നു പോകുന്ന ആ വൈദ്യുതി നമുക്ക് ഫീൽ ചെയ്യോ? ഇല്ല. അപ്പം അതുകൊണ്ടാണ് ഇത് കടത്തിവിടാത്തതിനെ, വളരെ കുറവായി മാത്രം ചലനം നടത്തുന്ന വസ്തുക്കളെയാണ് നമ്മൾ അചാലകങ്ങൾ, ഇൻസുലേറ്റേഴ്സ് എന്നൊന്ന് നമ്മൾ പറയുന്നത്. കടത്തി വിടുന്നതിനെ നമ്മൾ എന്ത് പറയും? ഹീറ്റ് കണ്ടക്ടേഴ്സ്. അതായത് ചെമ്പ് കമ്പി പോലുള്ള സാധനങ്ങളൊക്കെ എന്താണ്? ഹീറ്റ് കണ്ടക്ടേഴ്സ് എന്നും കുറവായി മാത്രം വിടുന്നതിനെ നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്നും നമ്മൾ പറയുന്നു. വൈദ്യുതി കടത്തിവിടുന്നതിനെ കണ്ടക്ടേഴ്സ് അല്ലേ, ഹീറ്റ് കണ്ടക്ടേഴ്സ് എന്നും അധികം കടത്തി വിടാത്തതിനെ നമ്മൾ എന്ന് പറയുന്നു? ഇൻസുലേറ്റേഴ്സ് എന്നും നമ്മൾ പറയുന്നു. അപ്പോൾ ഹീറ്റ് കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും എന്താണെന്നുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കണം. അപ്പോൾ ചാലനം എന്ന് പറഞ്ഞാൽ എന്താ? ചലിക്കുക, മൂവ് ചെയ്യുക, അതൊക്കെയാണ് ചാലനം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഖരവസ്തുക്കളിൽ ഊർജം കൈമാറ്റം ചെയ്യപ്പെടുന്ന, താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു പ്രക്രിയയാണ് ഈ രീതിയാണ് നമ്മൾ പറയുന്നത്? ചാലനം എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് പറയുന്നത്? ഇപ്പോൾ നമ്മൾ താപം കൊടുക്കുമ്പോൾ എന്താ പറയുന്നത്? വസ്തുക്കളുടെ അടിസ്ഥാന കണങ്ങളായ തന്മാത്രകളെ ചൂട് പിടിച്ച് അതിന് തൊട്ടടുത്തുള്ള ഇതിലേക്ക് അതിനെ ഊർജം കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് ചാലനം എന്ന് പറയുന്നത്. ഈ ചാലനം എങ്ങനെ? അതുവഴി ഊർജം കൈമാറ്റം, ഇത് ലോഹങ്ങളിലാണെന്നുണ്ടെങ്കിലോ പെട്ടെന്ന് ലോഹങ്ങളിൽ സ്വതന്ത്ര ഇലക്ട്രോണുകളാണ് താപത്തിനും വൈദ്യുതിക്കും ചാലകമായിട്ട് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ ചെമ്പ് കമ്പി എന്ന് പറയുന്നത് ഏറ്റവും ഉത്തമ ചാലകമായിട്ടാണ് അറിയപ്പെടുന്നത്. വൈദ്യുത ചാലകങ്ങളെന്ന് അറിയപ്പെടുന്നത്, ഏറ്റവും ഉത്തമമായിട്ടുള്ള വൈദ്യുത ചാലകങ്ങൾ എന്നറിയപ്പെടുന്നത് ചെമ്പ് കമ്പികളാണ്. ഇനി താപോർജ്ജത്തിൻ്റെ പെട്ടെന്ന് ഊർജം എടുക്കുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? ഹീറ്റ് കണ്ടക്ടേഴ്സ് എന്നും പെട്ടെന്ന് എടുക്കാത്തതിനെ നമ്മൾ എന്ത് പറയുന്നു? ഇൻസുലേറ്റേഴ്സ് എന്നും നമ്മൾ പറയുന്നു. ഇതാണ് ചാലനം. ചലിക്കുക, ചലിച്ചുകൊണ്ടിരിക്കുക, മൂവ് ചെയ്യുക എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ.
അടുത്താണ് സംവഹനം. ദ്രാവകങ്ങളിലൂടെയും വാതകങ്ങളിലൂടെയുമുള്ള താപ കൈമാറ്റം ഈ വിധമാണ് നടക്കുന്നത്. ഏതാ പറഞ്ഞത്? ദ്രാവകങ്ങളിലൂടെയും വാതകങ്ങളിലൂടെയുമുള്ള ഊർജ കൈമാറ്റം, അതായത് ആ ചൂട് ഹീറ്റ് കൈമാറുന്നത് ഈ വിധമാണ്. ഏത്? സംവഹനം. സംവഹിക്കുക, വഹിച്ചു കൊണ്ടുപോവുക എന്നൊക്കെ പറയുന്നത് നമ്മൾ. ദ്രാവകങ്ങളെയോ വാതകങ്ങളെയോ ചൂടാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ചൂടുള്ള ഭാഗത്തിൻ്റെ സാന്ദ്രത കുറയുന്നു. എന്നിട്ട് എന്താ? അവിടെ വെലോസിറ്റി കുറയും. ഈ ഭാഗത്തേക്ക് ചൂട് കുറവുള്ള സാന്ദ്രതയേറിയ ദ്രാവകം നീങ്ങുകയും അങ്ങനെ ചൂട് എല്ലായിടത്തേക്കുമായിട്ട് വ്യാപിക്കുകയും ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു സംവഹനം, വഹിച്ചു കൊണ്ടുപോവുക, അതായത് എല്ലായിടത്തേക്കും എത്തിക്കുക എന്നുള്ളതാണ് സംവഹനം. നമ്മുടെ ബ്ലഡൊക്കെ സർക്കുലേഷൻ നടക്കില്ലേ, ബ്ലഡ് കൊണ്ടുപോകുന്നതിന് നമ്മൾ സംവഹനം എന്നാണ് പറയുക. നമ്മുടെ സർക്കുലേഷൻ എല്ലായിടത്തേക്കും കൊണ്ടെത്തിക്കുന്നതിന്, അതായത് ഒരു സ്ഥലത്തു നിന്നുള്ള സാധനം ഇപ്പോൾ ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്യണത് എവിടേക്ക്? ബ്രെയിനിലേക്ക്, നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വരുന്നില്ലേ? സംവഹനം എന്നാണ് നമ്മൾ പറയുന്നത്. അത് വഹിച്ചു കൊണ്ടുപോവുക. അപ്പം അതുപോലെ ഇതിലും എന്താണ് പറയുന്നത്? ഈ വെള്ളവും ഇതൊക്കെ ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന, വാതകങ്ങളൊക്കെ ചൂടാക്കുമ്പോൾ, ദ്രാവകങ്ങളെയോ വാതകങ്ങളെയൊക്കെ നമ്മൾ ചൂടാക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ വെള്ളം ചൂടാക്കുന്നു. അപ്പോൾ ആദ്യം മൊത്തത്തിൽ ആവില്ല ചൂടാവുക അല്ലേ? ഒരു സൈഡിൽ നിന്ന് ആവും ചൂടാവുക. ആ ചൂടായി വരുന്നത് ആ വെള്ളം മറ്റു ഭാഗങ്ങളിലേക്ക് മൂവ് ചെയ്തിട്ട് മറ്റുള്ള ഭാഗങ്ങളിലുള്ള വെള്ളത്തിനെയും കൂടി അതെന്താക്കും? ചൂടാക്കി തിളപ്പിക്കും അല്ലേ? ഇപ്പോൾ വെള്ളം തിളയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു സൈഡിൽ നിന്ന് തിളച്ച് തുടങ്ങും. അപ്പോൾ നമ്മൾ അതിങ്ങനെ തിളച്ച് പിന്നെ അത് എല്ലാ ഭാഗത്തേക്കും എത്തുക അല്ലേ? പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഒരേപോലെ തന്നെയല്ലേ നമ്മൾ തീ കൊടുക്കണേ എന്ന് കരുതിയിട്ട് വെള്ളം തിളയ്ക്കുമ്പോൾ ഒരുമിച്ച് അങ്ങ് തിളയ്ക്കുമോ? ഇല്ല. ഒരു സൈഡിൽ നിന്ന് തന്നെയാണ് നമ്മൾ തിളപ്പിച്ച് വരുമ്പോൾ വെള്ളം തിളച്ച് വരിക. എന്നിട്ടാണ് അത് മൊത്തത്തിൽ അവസാനം നല്ല ഹീറ്റ് ആകുമ്പോഴാണ് അത് എന്ത് ചെയ്യുന്നത്? മൊത്തത്തിൽ തിളയ്ക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു സൈഡിൽ നിന്ന് വന്ന് ഈ ചൂടായത് തണുത്ത ഭാഗങ്ങളിലേക്ക് മൂവ് ചെയ്തിട്ട് അവിടെ ഉള്ളതിനും കൂടെ ചൂടാക്കി, ഇങ്ങനെയാണ് ഇതിൻ്റെ ചൂട് വരിക. അപ്പോൾ ഇതിങ്ങനെ ഈ ചൂടിന് ഇത് എന്ത് ചെയ്യാണ്? വഹിച്ചു കൊണ്ട് പോവുകയാണ് ചെയ്യണത്. ചൂടില്ലാത്തവിടത്തേക്ക് വഹിച്ചു കൊണ്ടുപോയിട്ട് ആ ചൂടിനെ എല്ലായിടത്തേക്കും ഒരുപോലെ എത്തിക്കുക എന്നുള്ളതാണ്. അതാണ് സംവഹനം എന്ന് നമ്മൾ പറയുന്നത്. ഇനി എന്താണ് വികിരണം? വൈദ്യുത കാന്തിക തരംഗങ്ങളുടെ രൂപത്തിലുള്ള താപത്തിൻ്റെ ഈ കൈമാറ്റ രീതിക്ക് ഒരു മാധ്യമത്തിൻ്റെ ആവശ്യമില്ല. സൂര്യനിൽ നിന്നുള്ള താപവികിരണം ഈ രൂപത്തിലാണ് ഭൂമിയിൽ എത്തുന്നത്. വസ്തുക്കളിലെ കണങ്ങൾ കമ്പനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ത്വരണം മൂലമാണ് വൈദ്യുത കാന്തിക തരംഗങ്ങൾ ഉണ്ടാകുന്നത്. എന്താണ് വികിരണം? കിരണങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കിരണങ്ങൾ എന്നുള്ളതാണ്. അതായത് വൈദ്യുത കാന്തിക തരംഗങ്ങളുടെ രൂപത്തിലുള്ള താപത്തിൻ്റെ ഈ ഒരു കൈമാറ്റ രീതി. എന്താണ് കൈമാറ്റം ചെയ്യുന്നത്? വൈദ്യുത കാന്തിക തരംഗങ്ങൾ ഈ കറണ്ടുമായി ബന്ധപ്പെട്ട് വൈദ്യുത കാന്തിക തരംഗങ്ങളുടെ രൂപത്തിലുള്ള താപം, ആ ചൂട്, ആ ഹീറ്റ്, ഈ കൈമാറ്റ രീതിക്ക് നമുക്ക് എന്തിനാവശ്യമില്ല എന്ന് പറയണത്? ഒരു മാധ്യമത്തിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മൾ ചാലകം, സംവഹനം എന്നൊക്കെ പറയുന്ന പോലെ നമുക്കിതിനൊരു മാധ്യമത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. വൈദ്യുത കാന്തിക തരംഗങ്ങളുടെ രൂപത്തിലുള്ള ഈ താപത്തിൻ്റെ കൈമാറ്റത്തിന് എന്താവശ്യമില്ല എന്ന് പറയണത്? ഒരു മാധ്യമത്തിൻ്റെ, എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെ ആവശ്യമില്ല. മീഡിയേറ്റർ എന്നൊക്കെ പറയില്ല നമ്മളൊരു എന്തെങ്കിലും ഒരു വസ്തു അതിൽ നിന്ന് വേറൊരു വസ്തുവിലേക്ക്. ഇപ്പം നമ്മൾ ചാലനം പറഞ്ഞപ്പോൾ എങ്ങനെയാണ് പറഞ്ഞത്? അടിയിലുള്ള തന്മാത്രകളിൽ ചൂടായിട്ട് അത് മുകളിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു അല്ലേ? സംവഹനം എന്താ പറഞ്ഞത്? ഒരു സൈഡിൽ നിന്ന് ചൂടായിട്ട് അത് മറ്റൊരു ഭാഗത്തേക്ക് പോയിട്ട് അങ്ങനെ ബാക്കിയുള്ളതിനും കൂടി ചൂടാക്കുന്നു എന്നാണ്. ഇതിലങ്ങനെ നമുക്കൊരു മാധ്യമത്തിൻ്റെ ആവശ്യം വരുന്നില്ല. എന്താ പറയുന്നത്? സൂര്യനിൽ നിന്നുള്ള താപവികിരണം ഈ രൂപത്തിലാണ് ഭൂമിയിൽ എത്തുന്നത്. വൈദ്യുത കാന്തിക തരംഗങ്ങളായിട്ട് തന്നെയാണ് അത് എന്തെത്തുന്നത്? ഭൂമിയിലേക്ക് എത്തുന്നത്. വസ്തുക്കളിലെ കണങ്ങൾ കമ്പനം ചെയ്യുമ്പോഴുണ്ടാകുന്ന ത്വരണം മൂലമാണ് വൈദ്യുത കാന്തിക തരംഗങ്ങൾ ഉണ്ടാകുന്നത്. ഓരോ വസ്തുവിലും ഉള്ള കണങ്ങൾ, അതിൻ്റെ കണങ്ങൾ കമ്പനം ചെയ്യുന്ന പറഞ്ഞാൽ വൈബ്രേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ത്വരണം മൂലമാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? വൈദ്യുത കാന്തിക തരംഗങ്ങൾ എത്തുന്നത്. ഇത് നമുക്ക് എവിടെ നിന്നാണ്? ഇതിനൊരു മാധ്യമത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മീഡിയേറ്ററിൻ്റെ ആവശ്യം നമുക്കിതിൽ വരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ 3 രീതിയിലാണ് ഇതിൻ്റെ നമ്മുടെ ഹീറ്റ് കൈമാറ്റം നടക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് ചാലനം, അതായത് കണ്ടക്ഷൻ. രണ്ടാമത്തേത് സംവഹനം.
അതിനെന്താ പറയുക, കൺവെക്ഷൻ. മൂന്നാമത്തേത് റേഡിയേഷൻ. കണ്ടക്ഷൻ, കൺവെൻഷൻ, റേഡിയേഷൻ. ഇങ്ങനെ 3 രീതിയിലാണ് നമുക്ക് എന്ത് നടക്കുന്നത്, ഹീറ്റിൻ്റെ കൈമാറ്റം, ട്രാൻസ്ഫർ നടക്കുന്നത്. അതായത് ചൂടിനെ നമ്മൾ മറ്റ് ഇതിലേക്ക് എത്തിക്കുക എന്നുള്ളത്, ചൂടിനെ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കാണ്ട് അതിനെ മറ്റൊരു ഇതിലേക്ക്, ഇപ്പോൾ ഒരു പാത്രത്തിൽ ഇപ്പോൾ ഈ വെള്ളം ചൂടാക്കുന്ന കഥ പറഞ്ഞതുപോലെയും, ഇപ്പോൾ നമ്മൾ ബാക്കി ചാലനത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെയും, അതൊക്കെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ അതിനെല്ലായിടത്തേക്കും എത്തിക്കുകയാണ് ചെയ്യണം. അപ്പോൾ അങ്ങനെ അത് കൈമാറ്റം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് 3 രീതിയിലാണെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? ഒന്നാമത്തേത് ചാലനം, അതായത് കണ്ടക്ഷൻ. രണ്ടാമത്തേത് എന്താ പറഞ്ഞത്, കൺവെക്ഷൻ. മൂന്നാമത്തേത് റേഡിയേഷൻ. ഇങ്ങനെ 3 രീതിയിലാണ് നമ്മൾ ഹീറ്റിൻ്റെ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇതൊക്കെ വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മർദ്ദം, പ്രഷർ. എന്താണ് നമ്മുടെ പ്രഷർ എന്ന് പറയുന്നത്? ഒരു നിശ്ചിത വിസ്തീർണത്തിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം എന്ന് പറയുന്നത്. മർദ്ദത്തെ ഒരു സ്ക്വയർ ഇഞ്ചിൽ അനുഭവപ്പെടുന്ന ബലം എന്ന് നിർവചിക്കാം. മർദ്ദം അളക്കുന്നത് പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച്, PSI, അല്ലെങ്കിൽ കിലോഗ്രാം പെർ സ്ക്വയർ സെൻറ്റിമീറ്റർ, കിലോഗ്രാം ആണ്. പാസ്കൽ, ബാർ, ടോർ ഇവയും മർദ്ദത്തിൻ്റെ യൂണിറ്റുകളാണ്. പാസ്കലാണ് നമ്മൾ SI യൂണിറ്റ് പ്രകാരം എഴുതിയിട്ടുള്ളത് അല്ലേ. മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കലാണ്. മർദ്ദത്തിൻ്റെ SI യൂണിറ്റ് അതിൽ എഴുതിയിട്ടുണ്ട്. മർദ്ദത്തിൻ്റെ SI യൂണിറ്റ് പാസ്കലാണ്. ഇത് 1 ന്യൂട്ടൺ പെർ സ്ക്വയർ മീറ്ററിന് തുല്യമാണ്. ഒരു പാസ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് തുല്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു നിശ്ചിത വിസ്തീർണം എന്ന് പറഞ്ഞാൽ എന്താ, ഏരിയ. ഒരു നിശ്ചിത ഏരിയയിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം എന്ന് അറിയപ്പെടുന്നത്. എന്താണ്? ഒരു നിശ്ചിത ഏരിയയിൽ അനുഭവപ്പെടുന്ന ബലമാണ് എന്തെന്ന് പറയുന്നത്, മർദ്ദം. നമ്മൾ പറയുന്ന പ്രഷർ എന്ന് നമ്മൾ പറയുന്നത്. ഈ മർദ്ദത്തെ നമ്മൾ ഒരു സ്ക്വയർ ഇഞ്ചിൽ അനുഭവപ്പെടുന്ന ബലം എന്ന് നിർവചിക്കാം. ഈ മർദ്ദത്തിന് ഇപ്പോൾ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ഇഞ്ച്, അതായത് 1 ഇഞ്ച് നീളവും 1 ഇഞ്ച് വീതിയും. മനസ്സിലായോ? 1 ഇഞ്ച് നീളവും 1 ഇഞ്ച് വീതിയും, അതാണ് ഒരു സ്ക്വയർ ഇഞ്ച്. അപ്പോൾ ഈ ഒരു സ്ക്വയർ ഇഞ്ചിൽ അനുഭവപ്പെടുന്ന ബലം, അതിനെ അങ്ങനെ നമുക്ക് പറയാം ഈ മർദ്ദത്തെ. അപ്പോൾ അവിടെ കൊടുക്കുന്ന ആ ഒരു പ്രഷർ, അതാണ് നമ്മൾ യൂണിറ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ അത് ഏത് യൂണിറ്റിലാണ് പറയുന്നത്? SI സിസ്റ്റം പ്രകാരം നമ്മൾ എന്താണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്? പാസ്കലാണ് മർദ്ദത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി മർദ്ദം അളക്കുന്നത് പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ചിലെ, ഇല്ലെങ്കിൽ കിലോഗ്രാം പെർ സ്ക്വയർ ഇഞ്ചിലാണ്. പാസ്കലാണ് ഇതിൻ്റെ യൂണിറ്റ്. പാസ്കൽ മാത്രമല്ല, ബാർ പറയുന്നുണ്ട്, ടോർ പറയുന്നുണ്ട്. ഇതൊക്കെ യൂണിറ്റാണ്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന പാസ്കൽ SI യൂണിറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് എന്തിനു തുല്യമാണെന്ന് പറയുന്നുണ്ട്? ഒരു ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് തുല്യമാണെന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ ഇത് അവിടെ എഴുതിയിട്ടുണ്ട്. 1000 പാസ്കൽ 1 കിലോ പാസ്കൽ തുല്യമാണ്. 1000 കിലോ പാസ്കൽ 1 മെഗാ പാസ്കലിന് തുല്യമാണ്. നമുക്കറിയാം ഇപ്പോൾ 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 സെൻറ്റിമീറ്റർ ആണല്ലേ. പക്ഷേ 100 സെൻറ്റിമീറ്റർ ആണ് 1 മീറ്റർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 1000 പാസ്കൽ 1 കിലോ പാസ്കൽ, 1000 പാസ്കലാണ് 1 കിലോ പാസ്കൽ എന്ന് പറയുന്നത്. 1000 കിലോ പാസ്കലാണ് 1 മെഗാ പാസ്കൽ എന്ന് പറയുന്നത്. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. 1 വേർഡിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. പിന്നെ ഒരു ജാറിലുള്ള ദ്രാവകം ജാറിൻ്റെ അടിഭാഗത്തും ഭിത്തിയിലും മർദ്ദം ചെലുത്തുന്നു. ഒരു ബലൂണിൽ നിറച്ചു വെച്ചിരിക്കുന്ന വാതകം എല്ലാ വശങ്ങളിലും മർദ്ദം ചെലുത്തുന്നുണ്ട്. 1 പൗണ്ട് ഭാരമുള്ള ഒരു ഖരവസ്തുവിൻ്റെ അടിവശത്തെ വിസ്തീർണം 1 സ്ക്വയർ ഇഞ്ചായാൽ അത് ചെറിയൊരു കാൽക്കുലേഷനാണ് പറയുന്നത് കേട്ടോ. അത് നമുക്ക് ഓൺലൈൻ ക്ലാസ്സിൽ പറയാം, ഓഫ്ലൈൻ ക്ലാസ്സിൽ പറയാം, കാൽക്കുലേഷൻസൊക്കെ കേട്ടോ. ഇതിപ്പോൾ അതിൻ്റെ തിയറി ഇങ്ങനെ മനസ്സിലാക്കി വയ്ക്കുക. എന്താണ്? ഒരു നിശ്ചിത വിസ്തീർണത്തിൽ ഒരു നിശ്ചിത ഏരിയ, അപ്പോൾ നമ്മൾ ആ ഏരിയനെയാണ് പറയുന്നത് 1 ഇഞ്ച് സ്ക്വയർ എന്ന്. 1 ഇഞ്ച് നീളവും 1 ഇഞ്ച് വീതിയും, അത്രയും ഒരു ഏരിയ. അത്രയും ഏരിയയിൽ നമുക്ക് കൊടുക്കാനും അതിൻ്റെ പ്രഷർ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മർദ്ദം എന്ന് നമ്മൾ പറയുന്നത്. മാക്സിമം കൊടുക്കുന്ന ബലം, അതിനെയാണ് അനുഭവപ്പെടുന്ന ബലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മർദ്ദം എന്ന് പറയുന്നത്.
എങ്ങനെയാണ്? ഒരു നിശ്ചിത വിസ്തീർണത്തിൽ അനുഭവപ്പെടുന്ന ഫലമാണ് മർദ്ദമെന്ന് പറയുന്നത്. ബാക്കി മർദ്ദത്തിൻ്റെ യൂണിറ്റ് എന്താണ്? പിന്നെ വേറെന്താ? ഇത് സ്ക്വയർ ഇഞ്ചിലാണ് ഇത് അതിൽ അനുഭവപ്പെടുന്ന ബലമാണ്. അതിനെന്ന് പറഞ്ഞത് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, അതുപോലെ തന്നെ പൗണ്ട്സ് പെറിലും, അതുപോലെ തന്നെ കിലോഗ്രാം പെർ സ്ക്വയറിലും, അതുപോലെ തന്നെ പാസ്കൽ, ബാർ, ടോറ്, ഇതൊക്കെ എന്തിനാണ്? ഇതിൻ്റെ യൂണിറ്റുകളായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ SI യൂണിറ്റ് എന്താണ്? പാസ്കലാണ്. അതിൽ സംശയമില്ല, നമ്മൾ SI യൂണിറ്റാണ് പഠിക്കുന്നത്. അപ്പോൾ അതൊന്ന് അതിൻ്റെ അടിയിൽ വരച്ചിട്ട് അത് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. പ്രോബ്ലം പിന്നെ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സിന് ചെയ്യാം. ഇനി അന്തരീക്ഷ മർദ്ദമാണ്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇത്തിരി നേരത്തോടെ ക്ലാസ് തുടങ്ങണം.